ഹലോ നമസ്കാരം. എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. LD ക്ലർക്ക് വിജ്ഞാപനം വന്നതിന് പിന്നാലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അഥവാ LGSൻ്റെ വിജ്ഞാപനം കൂടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ സാധ്യതകളെക്കുറിച്ചും വിജ്ഞാപനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കാറ്റഗറി നമ്പർ 535/2023 വിവിധ വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വിജ്ഞാപനമാണ് കേരള PSC 15/12/2023 ഗസറ്റ് തീയതിയിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ജനുവരി 17 ആണ്. ഇതിൻ്റെ യോഗ്യത 7ാം ക്ലാസ് വിജയമാണ്. ബിരുദധാരികൾ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല. എന്നാൽ ബിരുദ വിദ്യാർത്ഥികൾക്കോ അവസാന വർഷ ബിരുദം പഠിക്കുന്നവർക്കോ ഈ തസ്തികയിലേക്ക് അയക്കുന്നതിൽ വിലക്കില്ല. ഈ തസ്തികയ്ക്ക് അപേക്ഷ അയക്കുന്ന അവസാന തീയതിയായ ജനുവരി 17 ബിരുദം നേടാൻ കഴിയാത്ത എല്ലാവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. അതായത് ബിരുദം പഠിക്കുന്നുണ്ടെങ്കിൽ പോലും 1ാം വർഷ വിദ്യാർത്ഥികൾക്കും 2ാം വർഷ വിദ്യാർത്ഥികൾക്കും ജനുവരി 17 മുമ്പ് റിസൾട്ട് വരാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക്, മിക്കവാറും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷ അയക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തസ്തികയ്ക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഇനി ആരെങ്കിലും ഇത് മറച്ചു വെച്ചുകൊണ്ട് പ്രൊഫൈലിൽ കാണിക്കാതെ, ബിരുദയോഗ്യത കാണിക്കാതെ അപേക്ഷ അയക്കുന്നു എങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് PSC ഇത് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതായിരിക്കും. അതുകൊണ്ട് ബിരുദം നേടിയിട്ടില്ലാത്ത ആളുകൾ മാത്രം ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുക. +2 ITI ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാം. കാരണം അവർ ബിരുദ യോഗ്യത നേടിയിട്ടില്ല. 18 മുതൽ 36 വയസ്സ് വരെയാണ് 2023 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. മറ്റ് തസ്തികകളെ പോലെ തന്നെ സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവ് അനുവദിക്കുന്നുണ്ട്. OBC വിഭാഗക്കാർക്ക് 3 വർഷം ഇളവുണ്ട്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും വിധവർക്ക് 5 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും ഇളവ് സാധാരണ മറ്റ് തസ്തികകൾക്ക് അപേക്ഷിക്കുന്ന പോലെ തന്നെ PSC അനുവദിച്ചിട്ടുണ്ട്. പരമാവധി പ്രായപരിധി 50 വയസ്സാണ്. ഇനി LGSന് അപേക്ഷ അയക്കുമ്പോൾ ജില്ല ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. മുൻ വർഷങ്ങളിലെ എത്രത്തോളം ആളുകൾ മുൻ വർഷങ്ങളിൽ അതാത് ജില്ലകൾ അപേക്ഷ അയച്ചിട്ടുണ്ട്, കട്ട് ഓഫ് മാർക്ക് എത്ര വന്നിട്ടുണ്ട്, എത്ര ആളുകൾ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ സമുദായ അംഗങ്ങൾ കുറവുള്ള ജില്ലകളിൽ അപേക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സാധ്യത നിലനിൽക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു ജില്ലയിൽ അപേക്ഷിച്ചിട്ട് ജോലിക്ക് കയറുകയാണെങ്കിൽ 5 വർഷത്തേക്ക് അവിടെ നിന്ന് മാറ്റമുണ്ടാവില്ല. ജോലിക്ക് ജോയിൻ ചെയ്ത് ആ ജില്ലയിൽ തന്നെ 5 വർഷം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ LGSനെ കുറിച്ച് പറയാനുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പരീക്ഷയെക്കുറിച്ചാണ്. LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പിന്നാലെ അടുത്ത വർഷം മധ്യത്തോടു കൂടി ഏതാണ്ട് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ആയിട്ട് പരീക്ഷ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് മാസമാണ് പരീക്ഷ വരുന്നതെന്നുള്ളത് PSCയുടെ പുതുക്കിയ പരീക്ഷാ കലണ്ടർ വന്നു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. കൃത്യമായിട്ടുള്ള സിലബസും ആ സമയത്ത് തന്നെ PSC പ്രസിദ്ധീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ ഉണ്ടാവില്ല. ഒറ്റഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 2025 ജൂലൈ 17 നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായിട്ടാണ് PSC മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതായത് 2019 വിജ്ഞാപനത്തിൽ 6,98,797 പേരാണ് അപേക്ഷ അയച്ചിരുന്നത്. ഏതാണ്ട് 7 ലക്ഷത്തോളം പേരാണ് അപേക്ഷ അയച്ചിരുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഏതാണ്ട് 7 ലക്ഷത്തോളം അപേക്ഷകരെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പ് 2017 8,54,811 പേരും 2013 13,10,703 പേരുമാണ് അപേക്ഷ അയച്ചത്. അതിൽ ഒരു ചെറിയ കാര്യമുണ്ട്. 2013 13 ലക്ഷം പേരൊക്കെ അപേക്ഷിച്ചിരുന്നെങ്കിലും അന്ന് ബിരുദധാരികൾക്കും കൂടി അപേക്ഷിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു. പിന്നെയാണ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന വിജ്ഞാപനം വന്നത്. പിന്നെ 2019 ആകുമ്പോഴേക്കും പ്രിലിംസ് മെയിൻസ് ഘട്ടമൊക്കെ വന്നു. ഇനി ഇതിൽ നിയമന സാധ്യത
2017 പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് പ്രകാരം 2016 വിജ്ഞാപന പ്രകാരം വന്നതിൽ ഏതാണ്ട് 8255 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം 8000-ഓളം പേർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള നിയമനം 3857 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2025 ജൂലൈ 17 വരെ ഏതാണ്ട് 1.5 വർഷത്തോളം ഇനിയും കാലാവധി കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ കൂടുതൽ നിയമനങ്ങളാകുമെന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതാണ്ട് 8000-ഓളം പേർക്കുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഒരു ജില്ലയിൽ എങ്ങനെ വന്നാലും 500-നും 1000-നും ഇടയിൽ ആളുകൾ ജോലിക്ക് നേടാനുള്ള സാധ്യതയുണ്ട്. ബിരുദ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷാ രീതിയും പരീക്ഷയുടെ ടഫ്നെസ്സും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. പരീക്ഷാ രീതി കുറച്ചും കൂടി എളുപ്പമാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വിവിധ ജില്ലകളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും കട്ട് ഓഫ് മാർക്കും ഒന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 2017 5707 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 2019 ആകുമ്പോഴേക്കും 2041 ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ വിജ്ഞാപനങ്ങൾ വരുംതോറും എന്നുവെച്ചാൽ ഒരു വിജ്ഞാപനത്തിൽ അടുത്ത വിജ്ഞാപനത്തിലേക്ക് പോകുന്തോറും ഓൾമോസ്റ്റ് പകുതിയിലധികം ആളുകളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും ആളുകളെ കുറച്ചാണ് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ 5707 2041 ചുരുങ്ങി. കൊല്ലം ജില്ലയിൽ 2017 3969 പേരുണ്ടായിരുന്നത് 2019 ആയപ്പോഴേക്കും 1180 പത്തനംതിട്ട ജില്ലയിൽ 2249 ഉണ്ടായിരുന്നത് 734 ചുരുങ്ങി. ആലപ്പുഴ ജില്ലയിൽ 2017 വിജ്ഞാപനത്തിൽ 2970 പേരുണ്ടായിരുന്നത് 2019 ആകുമ്പോഴേക്ക് 895 കോട്ടയത്ത് 2311 849 മാറി. ഇടുക്കിയിൽ 2352 745 മാറി. എറണാകുളത്ത് 2017 വിജ്ഞാപനത്തിൽ 3937 പേർ ഉൾപ്പെട്ടപ്പോൾ 2019 വിജ്ഞാപനത്തിൽ 1565 പേരാണ് ഉൾപ്പെട്ടത്. തൃശ്ശൂരിൽ 3984 പേർ 2017 ഉൾപ്പെട്ടപ്പോൾ 2019 1371 പാലക്കാട് 4021 1346 യഥാക്രമം 2017 19 വിജ്ഞാപന പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ 2017 3846 2019 1379 പേരുമാണ് ഉൾപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ 4095 പേർ 2017 ഉൾപ്പെട്ടപ്പോൾ 2019 1582 വയനാട് 1780 പേർ 2017 ഉൾപ്പെട്ടപ്പോൾ 2019 ആയപ്പോഴേക്കും 551 ചുരുങ്ങി. കണ്ണൂർ 3186 പേർ 2017 ഉൾപ്പെട്ടപ്പോൾ 2019 ആകുമ്പോഴേക്കും 1133 പേരായി. കാസർഗോഡ് ജില്ലയിൽ 1878 പേർ 2017 വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടപ്പോൾ 2019 856 പേരായി. അതായത് 2017 വിജ്ഞാപന പ്രകാരം 46,285 പേർ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയപ്പോൾ 2019 എത്തിയപ്പോഴേക്കും 16,227 3-1 ചുരുങ്ങി ഏതാണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം. അപ്പോൾ ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും കൂടി നോക്കാം. 2017 കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം 69, കൊല്ലം 62.33, പത്തനംതിട്ട 56.33, ആലപ്പുഴ 53.33, കോട്ടയം 62.67, ഇടുക്കി 57.33, എറണാകുളം 65.67, തൃശ്ശൂർ 61.67, പാലക്കാട് 71.33, മലപ്പുറം 64.67, കോഴിക്കോട് 70, വയനാട് 55.33, കണ്ണൂർ 64, കാസർഗോഡ് 61. ഇത് 2017 2019 വിജ്ഞാപനം വന്നപ്പോൾ പ്രിലിംസ് മെയിൻസ് ഘട്ടം വന്നപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഒന്നും കൂടി താഴ്ന്നതായിട്ടാണ് പൊതുവേ കാണുന്നത്. തിരുവനന്തപുരം 69, കൊല്ലം 70.33, പത്തനംതിട്ട 66.33, ആലപ്പുഴ 68.33, കോട്ടയം 67. കട്ട് ഓഫ് മാർക്ക് ഉയരുകയാണ് ചെയ്തിട്ടോ. ഇടുക്കി 65.33, എറണാകുളം 66, തൃശ്ശൂർ 70.33, പാലക്കാട് 69.33, മലപ്പുറം 71.67, കോഴിക്കോട് 72, വയനാട് 67.33, കണ്ണൂർ 72.67, കാസർഗോഡ് 66. അപ്പോൾ ഇതാണ് 17 19 വിജ്ഞാപനങ്ങളിൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ എത്ര പേര് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും തന്നു. ഏതാണ്ട് 500-നും 1000-നും ഇടയിലുള്ള ആളുകൾ മിക്ക ജില്ലയിലും നിയമനം നേടുന്നുണ്ട്. ഏതാണ്ട് 8000 ആളുകൾക്ക് നിയമനം പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാന തീയതി ജനുവരി 17. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷ എഴുതി വിജയം വരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം തന്നെ ജനുവരി 17 മുമ്പായി എല്ലാവരും അപേക്ഷ അയയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.